ഈശോയ്ക്ക് നമുക്ക് ഹൃദയപൂർവ്വം നന്ദി പറയാം. വലതുകരം ഉയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈശോ നമുക്കൊരവസരം ഈ പുതുവർഷത്തിൽ നൽകുകയാണ്. രണ്ട് കരവും ഉയർത്തി പറയാം ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈശോ തിരഞ്ഞെടുത്ത ഈ പ്രാർത്ഥനാലയത്തിൽ നമ്മൾ ഒരുമിച്ച് വരുമ്പോൾ, നമ്മൾ കണ്ണു തുറന്ന് കാണുമ്പോൾ നമുക്ക് പരിചയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെയാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്നത്. ലൈറ്റുകളും ക്യാമറകളും ഒക്കെ നമ്മൾ കാണുന്നു. എന്നാൽ കാണപ്പെടാത്ത ഒരു സത്യം, അതിനേക്കാൾ പൂർണ്ണമായൊരു സത്യം, നമ്മുടെ കർത്താവായ യേശു അദൃശ്യനായി അരൂപിയായി നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ബോധ്യമുള്ളവർ വലതുകരം ഉയർത്തിയ കർത്താവിനെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി സന്തോഷത്തോടെ ഹല്ലേലൂയ. ആ ഈശോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 37-ാം തിരുവചനം നമുക്കറിയാം. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വചനം സ്വീകരിച്ചെന്ന് പറയാമോ? ഹല്ലേലൂയ. എന്താണ് എൻ്റെ അടുക്കൽ വരുന്നവനെ? അതാണ് ഈശോ പറയണത്. എൻ്റെ അടുക്കൽ വരുന്നവൻ അത് ഏത് കാറ്റഗറിയിൽപ്പെട്ടവനാണ് എന്ന് വചനം പറയണില്ല. എൻ്റെ അടുത്തേക്ക് ഒരു വ്യക്തി വന്നാൽ അവൻ പാവിയാണെങ്കിലും രോഗിയാണെങ്കിലും അന്യമതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും ദൈവം പറയുകയാണ്, അവനെ ഞാൻ ചേർത്ത് പിടിച്ച് ഈ രാത്രിയിൽ അനുഗ്രഹിക്കും. വിശ്വസിക്കുന്നവർക്ക് പറയാം ഹല്ലേലൂയ. ഈ ആലയത്തിലും അനേക ഭവനങ്ങളിലും ഇരുന്ന് ഈ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ രാത്രിയിൽ നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ എൻ്റെ പ്രാർത്ഥന സ്വീകാര്യമാകുമോ? ഞാനൊരു പാവാവസ്ഥയിലാണ് ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് വന്നിട്ടുള്ളത്. എന്നെ ദൈവം ശ്രദ്ധിക്കുമോ? ഞാനൊരു മറ്റു മതത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ്. അങ്ങനെ ചിന്തിക്കാൻ ചിലപ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിന്ന് വീണു പോയ, ദൈവത്തോട് അവിശ്വസത കാണിച്ച ഒരു അനുഭവത്തിലായിരിക്കാം നമ്മളിവിടെ വന്നിരിക്കുന്നത്. യേശു പറയുകയാണ് നമ്മെ നോക്കി, നീ എൻ്റെ അടുക്കൽ ഈ രാത്രിയിൽ വന്നു എന്ന കാരണത്താൽ എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ലെന്ന് വാഗ്ദാനം ചെയ്തത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ നമ്മുടെ കർത്താവാണ്. വലതുകരം ഉയർത്തി എന്ന് പറയാം ഹല്ലേലൂയ. ആ യേശു ഈ രാത്രിയിൽ നമ്മെ ചേർത്ത് പിടിച്ച് ഈ പ്രാർത്ഥനയുടെ വേളകളിൽ മാത്രമല്ല, ഈ രാത്രി മുഴുവൻ നമ്മളെ സ്വന്തമാക്കി അനുഗ്രഹിക്കുകയാണ്. ഒന്നുകൂടെ പറയാമോ? ഹല്ലേലൂയ. ഈശോ നമ്മോട് പറയുന്ന ഈ ദൂത് നമ്മുടെ അടുത്തുള്ളവർക്ക് നമുക്ക് കൈകാറാം. ഇതാണ് വചനം. ഈശോയുടെ അടുക്കൽ വരുന്നവനെ ഈശോ ഒരു നാളും കൈവിടുകയില്ല. കൈയൊന്ന് പിടിച്ച് പറയാമോ? ഈശോയുടെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഈശോ തള്ളിക്കളയുകയില്ല. രണ്ട് കരവും ഉയർത്തി പറയാം ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദാനിയേലിന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ നിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്. പ്രാർത്ഥന നിമിത്തം ദാനിയേലിന്റെ അടുക്കലേക്ക് ദൈവത്തിന്റെ ദൂതൻ കടന്നു വരികയാണ്. ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയുടെ വേളകളിൽ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ നിയോഗങ്ങളിൽ, ഈ പ്രാർത്ഥനാലയത്തിൽ ദൈവം സ്വർഗം തുറന്ന് ഇറങ്ങി വരികയാണ്. വലതുകരം ഉയർത്തി എന്ന് പറയാം ഹല്ലേലൂയ. എന്താണ് ആ പ്രാർത്ഥനയുടെ ഏത് സാഹചര്യമാണ്, എങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം ദാനിയേലിന്റെ അടുക്കിലേക്ക് വന്നതെന്ന് ദാനിയേൽ 10-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം പാട്ടിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. ഇങ്ങനെയാണ് വചനം പറയുന്നത്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായ ദാനിയേലിനോട് ദൈവം പറയുകയാണ്, നീ ശരിയായി അറിയുന്നതിന്, നിന്നെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ നിന്റെ അടുക്കലേക്ക് ഇപ്പോൾ വന്നത്. വലതുകരം ഉയർത്തി എന്ന് പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ദൈവാരാധനയും എല്ലാ ദൈവ ശുശ്രൂഷകളും ഒരു പ്രഹസനമാകാതെ നമുക്കത് ദൈവമഹത്വത്തിനും അനുഗ്രഹത്തിനും കാരണമാകണമെങ്കിൽ നമുക്കറിയാം, നാം വിളിച്ചപേക്ഷിക്കുന്ന കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് വരണം. അതിനുള്ള ഒരു വഴിയാണ് സ്വർഗം പറഞ്ഞു തരുന്നത്. നമ്മളെ തന്നെ നമ്മൾ ശരിയായി അറിയുന്നതിന്, നമ്മളെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ അതുവരെയും ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥന സ്വീകാര്യമായിരുന്നില്ല. നമുക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മെ തന്നെ എളിമപ്പെടുത്തി ആരാധനയിലേക്ക് കടന്നു വരാൻ പരിശ്രമിക്കാം. ശരിയായി അറിയുന്നതിന്, സത്യമായും എൻ്റെ പ്രിയരെ, നമ്മളെ തന്നെ ശരിയായി അറിയുമ്പോൾ
എത്രയോ നിസ്സാരരാണ് നമ്മളെന്ന യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കുന്നത്. പാവമല്ലാതെ നമ്മളിൽ എന്താണുള്ളത്? ദൈവം നമുക്ക് ദാനമായി തന്നതല്ലാതെ എന്താണുള്ളത്? അതാണ് എളിമപ്പെടുന്നതിൻ്റെ ആദ്യ ലക്ഷണം എന്ന് പറയുന്നത്. നമ്മളെ തന്നെ ശരിയായി അറിയുമ്പോൾ പച്ചയായി നമ്മൾ മനസ്സിലാക്കും, നമ്മൾ പാപവും അയോഗ്യതയും ബലഹീനതകളുടെയും ഒരു കൂമ്പാരമാണ്. അംഗീകരിക്കുന്നവരേറ്റ് പറയാ ഹല്ലേലൂയ. അതാണ് എളിമപ്പെടുന്ന അനുഭവം. നമ്മളെ തന്നെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ എളിമപ്പെടുത്തി ദൈവത്തെ ആരാധിക്കുന്ന നിമിഷങ്ങളിലാണ് ദൈവം നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്ന് ദാനിയേലിന്റെ ജീവിതത്തിൽ ഇടപെട്ട ദൈവം ഈ രാത്രിയിൽ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കേട്ട് നിന്റെ പ്രാർത്ഥന നിമിത്തം ഈ രാത്രിയിൽ ദൈവം നമ്മളെ സന്തോഷിക്കുവാൻ എഴുന്നള്ളി വരികയാണ്. രണ്ട് കരം ഉയർത്തിന്ന് പറയാം ഹല്ലേലൂയ. നമുക്കത് അംഗീകരിച്ച് ഏറ്റുപറയണം. നമ്മുടെ അവസ്ഥ ഏറ്റുപറയണം. നമുക്കറിയാം, ചിലപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ നമ്മൾ കുമ്പസാരിച്ച് ചിലപ്പോൾ ഒന്ന് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ നീ വെറുക്കുകയില്ല, ആരോടും പകയുണ്ടാകുക ചിന്തിച്ച് നമുക്ക് ആ അനുഭവമാണ്. വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചിലപ്പോൾ വെറുപ്പ് തോന്നും. ആരെയും കുറ്റം പറയുകയെന്ന് തോന്നി പറഞ്ഞ് ഉപസാരിച്ചാൽ പോലും ചിലപ്പം തൊട്ടടുത്ത നിമിഷത്തിൽ നമുക്ക് അങ്ങനെ പറ്റിപ്പോകും. അതാണ് നമ്മുടെ അവസ്ഥ. അതാണ് നമ്മൾ എളിമപ്പെടുക എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്. വലതുകരം എന്ന് പറയാം ഹല്ലേലൂയ. സങ്കീർത്തനം 119 76 വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ അവസ്ഥ ഞാൻ അവിടുത്തെ മുമ്പിൽ വിവരിച്ചപ്പോൾ കർത്താവ് എനിക്ക് ഉത്തരമരുളി. ഈ രാത്രിയിൽ നമ്മൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഏറ്റു പറയണം. ഇതാണ് കർത്താവിൻ്റെ അവസ്ഥ. ദയനീയമായി പരാജയപ്പെട്ടവനാണ് ഞാൻ. അത് ആത്മീയ അവസ്ഥയാകാം, ഭൗതിക അവസ്ഥയാകാം. അത് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിവരിച്ച് പച്ചയായിട്ട് അത് തുറന്നു വെക്കണമെന്നാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. ചിലപ്പോൾ ഭൗതിക അവസ്ഥ കടം വാങ്ങി ഇനി ആരോട് വാങ്ങാനില്ല, പൊറുതി മുട്ടി ഞെരുക്കത്തിൻ്റെ അനുഭവം, അത് കർത്താവിനോട് ഏറ്റു പറയുക. ആത്മീയ ജീവിതത്തിൽ വീണുപോയി അവിശ്വസത കാണിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയൊരു വ്യക്തിയാണ്. ദൈവമേ ഞാൻ ഇങ്ങനെയാണ്. ഈ ആരാധനയിൽ അങ്ങ് ഏറ്റു പറയുകയാണ്, എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. വലതുകരത്തിൽ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു നിമിഷം കണ്ണുകളൊക്കെ നമുക്ക് ദയവായി ഒന്ന് നടച്ച് നമ്മളെ തന്നെ നമുക്കൊന്ന് എളിമപ്പെടുത്താം. വിശുദ്ധരും രക്തസാക്ഷികളും പരിശുദ്ധ അമ്മയും എല്ലാം നമ്മുടെ കൂടെയുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, അവിടെ വചനം പറയുകയാണ്, നിങ്ങളല്ല, നിങ്ങളിലൂടെ എൻ്റെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. നമുക്ക് കരങ്ങൾ കൂപ്പി പറയാം, കർത്താവേ ഞങ്ങളല്ല, ഞങ്ങളിലൂടെ ഇതുവരെയും ഞങ്ങളെ നയിച്ചതും സംസാരിച്ചതും ദൈവമേ അങ്ങയുടെ ആത്മാവായിരുന്നു, പരിശുദ്ധാത്മാവായിരുന്നു. നല്ലൊരു ചിന്ത നമുക്ക് തന്നത്, നമ്മുടെ കുടുംബകാര്യം നന്നായി നോക്കാൻ പ്രചോദനം നൽകിയത്. ബൈബിൾ പഠിപ്പിക്കുകയാണ്, നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിച്ചത്, എഴുതിയത്, സൗഖ്യപ്പെടുത്തിയത്, പുതിയ ചിന്തകൾ നൽകിയത് എല്ലാം പരിശുദ്ധാത്മാവാണ്. കണ്ണുകളൊന്ന് അടച്ച് ആത്മാവ് നമ്മളിൽ അധ്വാനിക്കട്ടെ, ആത്മാവ് നമ്മളിൽ ആവസിക്കട്ടെ. സത്യമായും അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ അനുഭവം. കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ വെളിച്ചത്തിൽ കൂട്ടായ്മയിൽ ഇതാ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഇരുന്ന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി ഞങ്ങളുടെ അവസ്ഥ ഏറ്റുപറഞ്ഞ് ഈ ആരാധനയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. കർത്താവേ, വേണ്ട വിധം പ്രാർത്ഥിക്കാൻ പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. കർത്താവേ, വലിയ കെട്ടപ്പെട്ട അവസ്ഥയിലാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. ദൈവമേ, വേണ്ടത്ര ഒരുക്കമൊന്നും ഞങ്ങൾക്കില്ല. കർത്താവേ, വീണുപോയ അനുഭവം എനിക്കുണ്ട്. വിശ്വാസം വേണ്ടത്രയൊന്നും ഞങ്ങൾക്കില്ല. കർത്താവേ, എൻ്റെ ദൈവമേ, തകർന്ന ദാമ്പത്യ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് അങ്ങയെ സമീപിക്കുന്നത്. ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ അങ്ങയുടെ മുന്നിൽ വിവരിക്കുകയാണ്. ദൈവമേ, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ, നിന്റെ മുഖദർശനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ അയോഗ്യത നിറഞ്ഞ നാവുകളെ നിന്നെ സ്തുതിക്കുവാൻ ഇപ്പോൾ ബലപ്പെടുത്തണമേ. നിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് ഈ ആലയത്തിൽ ആവസിക്കട്ടെ. കർത്താവേ, ഓ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ നീറുന്ന വിഷയങ്ങളിൽ, ഞങ്ങളിലെ കണ്ണുനീരിന്റെ ഉറവിടങ്ങളിൽ ദൈവമേ ആരാധനയിൽ എഴുന്നള്ളി വരണമേ. രണ്ട് കരങ്ങൾ നമുക്ക് അവിടെ സന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. സ്വതന്ത്രമായി അല്പസമയം ദയവായി കരങ്ങൾ ഉയർത്തി, ഹൃദയം ഉയർത്തി, നമ്മുടെ നിസ്സാരത ഏറ്റു പറഞ്ഞ് എളിമപ്പെടുത്തി നമ്മുടെ അവസ്ഥകൾ കർത്താവിനോടൊന്ന് വിവരിച്ച് പറഞ്ഞ്, ദൈവമേ, ഇതാണ് ഞാൻ, ഒരു തുറന്ന പുസ്തകം പോലെ എൻ്റെ ഉള്ളായ്മകളും ഇല്ലായ്മകളും ഉയർത്തി ഈ ആരാധനയിൽ ഞാൻ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുകയാണ്. എന്നെ തുടരണമേ, എൻ്റെ കുടുംബത്തെ സന്ദർശിക്കണമേ, എൻ്റെ ദേശത്തെ ഉണർത്തണമേ. ആത്മാവ് ഞങ്ങളെ ജീവിതത്തിൽ നവീകരിക്കട്ടെ. എൻ്റെ രോഗഗ്രസ്തമായ അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. എൻ്റെ പാപത്തിന്റെ അടിമത്ത ചങ്ങലകളിലേക്ക് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഏറ്റവും നിസ്സാരരായ ഞങ്ങളെ ഈ രാത്രിയിൽ ഓർക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവേ, 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 അവിടുത്തെ സാന്നിധ്യം ഈ ആലയത്തിൽ ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവ് ഇന്ന് എന്റെ ജീവിതത്തിൽ വീണ്ടും ആവശ്യിക്കട്ടെ. വീണ്ടും എന്റെ കുടുംബത്തിൽ ആത്മാവ് അധ്വാനിക്കട്ടെ. ആത്മാവ് എന്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ ദയവായി ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആത്മാവിന് വേണ്ടി അതിയായി ആഗ്രഹിച്ച് ഹൃദയം തുറന്ന് തിന്മയുടെ കെട്ടുകളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കണത് പ്രാർത്ഥിച്ച് രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂട്ടി ഉയർത്തി വിളിക്കാം. പരിശുദ്ധാത്മാവേ, ആത്മാവേ, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഭാരങ്ങൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ. യേശുനാമത്തിന്റെ അത്ഭുത ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരും വിടുതൽ പ്രാപിക്കട്ടെ. ഹൃദയം തുറന്നങ്ങയെ സ്തുതിക്കാൻ, അതരം തുറന്നങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തടസ്സമായി എന്നിലുള്ള കൂട്ടായ്മയിലുള്ള കുടുംബങ്ങളിലുള്ള തിന്മയുടെ കെട്ടുകൾ യേശുവിന്റെ പവിത്ര നാമത്തിൽ പോലെ അഴിഞ്ഞു വീഴട്ടെ. ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. കൈകളടിച്ച് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും കൈകൾ ദാഹത്തോടെ. ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആമേൻ, ആമേൻ. ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. വീണ്ടും പാടാം, വീണ്ടും. ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ഹല്ലേലൂയ. ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. കരങ്ങളൊന്ന് ഉയർത്തി ദൂതന്മാരെ കാറ്റാക്കും, ശുശ്രൂഷകരെ തീയാക്കും. ദൂതന്മാരെ കാറ്റാക്കും, ശുശ്രൂഷകരെ തീയാക്കും. കൃപയ്ക്കുമേൽ കൃപ ആവസിക്കട്ടെ, കൃപയ്ക്കുമേൽ കൃപ അധ്വാനിക്കട്ടെ. ആഗ്രഹിച്ചൊരിക്കൽ കൂടി. കൃപയ്ക്കുമേൽ കൃപ ആവസിക്കട്ടെ, കൃപയ്ക്കുമേൽ കൃപ അധ്വാനിക്കട്ടെ. കരങ്ങൾ ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. യേശുവിന്റെ ആത്മാവേ, ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ഹല്ലേലൂയ. ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. ദൂതന്മാരെ കാറ്റാക്കും, ശുശ്രൂഷകരെ തീയാക്കും. ദൂതന്മാരെ കാറ്റാക്കും, ശുശ്രൂഷകരെ തീയാക്കും. കൃപയ്ക്കുമേൽ കൃപ ആവസിക്കട്ടെ, കൃപയ്ക്കുമേൽ കൃപ അധ്വാനിക്കട്ടെ. കൃപയ്ക്കുമേൽ കൃപ ആവസിക്കട്ടെ, കൃപയ്ക്കുമേൽ കൃപ അധ്വാനിക്കട്ടെ. ആത്മാവെന്നിൽ ആവസിക്കട്ടെ, എല്ലാവരും ചേർന്ന് പാടാമോ? ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. രാത്രിയിൽ ആത്മാവെന്നിൽ ആവസിക്കട്ടെ, അയോഗ്യരായ ഞങ്ങളുടെ മേൽ ഇറങ്ങി ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. ആത്മാവെന്നിൽ ആവസിക്കട്ടെ, ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇറങ്ങി ഹല്ലേലൂയ, ഹല്ലേലൂയ, കണ്ണുകളടച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദയവായി രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ച് അതരം തുറന്നെല്ലാം പ്രാർത്ഥിക്കുക.
ബലഹീനരായ നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. യേശുവിന്റെ മുഖം കാണുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ അനുവദിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവാത്മാവ് അയോഗ്യരായ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ. പ്രിയപ്പെട്ടവരെ, ഈ പുതുവർഷത്തിൽ പുതുകൃപകളാൽ പുതിയ ഉണർവിന്റെ ശക്തിയാൽ എന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇതാ ഉണർത്തുകയാണ്. നമുക്ക് ഉള്ളിൽ ഇങ്ങനെ പറയാം, പരിശുദ്ധാത്മാവേ എന്നെ ഉണർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഈ കാലഘട്ടങ്ങളിൽ ആത്മീയ മടിപ്പും നിസ്സംഗതയും ആലസ്യങ്ങളും എവിടെയും ദൃശ്യമാകുമ്പോൾ ദൈവാത്മാവ് ഇതാ നമ്മളെ ഉണർവുള്ള ജനതയാക്കി മാറ്റുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണും, ഉപ്പിന്റെ ഉറപ്പ് നഷ്ടപ്പെട്ടു പോയാൽ മനുഷ്യൻ അതിനെ പുറത്തേക്ക് വലിച്ചെറിയുന്നു, മണ്ണിനും വളത്തിന് പോലും അത് ഉപകരിക്കുകയില്ല. എന്നാൽ ദൈവം തൻ്റെ മകനെ അവൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയാലും അവൻ്റെ ചൈതന്യവും അവൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാലും പുറത്തേക്ക് എറിഞ്ഞു കളയുകയല്ല, മറിച്ച് അവൻ പറയുകയാണ്, എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നു. അതാണ് ദൈവത്തിന്റെ സ്നേഹം. വീണ്ടും ചേർത്ത് പിടിക്കുന്ന, അഗ്നിയാൽ ഉറകൂട്ടുന്ന ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. ഒരു ചെറിയ ഭാഗത്തെയല്ല, ഒരു സമൂഹത്തെ ഒഴിച്ചു നിർത്തിയല്ല. ഈ ശുശ്രൂഷയിൽ ആരെല്ലാം പങ്കെടുക്കുന്നുവോ ഒരാളെപ്പോലും ഒഴിച്ചു നിർത്താതെ ദൈവത്തിന്റെ ആത്മാവ് അഗ്നിയാൽ നമ്മളിന്ന് ഉറകൂട്ടുകയാണ്. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് ഉയർത്തിപ്പിടിക്കാം. കൃപ ചോർന്നു പോയിട്ടുണ്ടാകാം, വിശുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം, വിശ്വാസ ജീവിതത്തിൽ നിന്ന് വീണ് പോയിട്ടുണ്ടാകാം. മനുഷ്യൻ എറിഞ്ഞു കളയുന്നത് പോലെ എറിഞ്ഞു കളയുന്ന ഒരു ദൈവമല്ല യേശു. ചേർത്ത് പിടിച്ച് ഈ പുതുവർഷത്തിൽ പുതു ചൈതന്യം നൽകുന്ന, സാരമില്ലെന്ന് പറഞ്ഞ് വീണ്ടും ജീവിതത്തെ ബലപ്പെടുത്തുന്ന, തളർന്നുപോയ ദാമ്പത്യ ജീവിതങ്ങളെ പുനരുദ്ധരിക്കുന്ന ദൈവം ഇവിടെ ഉണ്ട്. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി എളിമയോടെ നമുക്ക് അവിടുന്ന് വിളിക്കാം. ആത്മാവേ, ആത്മാവേ എന്നെ ഉണർത്തണമേ, 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 ഉണർവിന്റെ വരം നൽകണമേ. തളർന്നു പോയി പരിശുദ്ധാത്മാവേ, വീണു പോയിട്ടുണ്ട്, തകർന്നു പോയിട്ടുണ്ട്, വഴി തെറ്റി പോയിട്ടുണ്ട്, കൃപ ചോർന്നു പോയിട്ടുണ്ട്. എന്നാൽ അങ്ങനെ അഗ്നിയാൽ വീണ്ടും ഒരു ഉറ കൂട്ടണമേ. ഓ റൂഹായേ, ഓ റൂഹായേ, ഓ റൂഹായേ, പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം. മരവിപ്പിന്റെ അരൂപികൾ നീങ്ങി പോകട്ടെ, ആലസ്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറി പോകട്ടെ, തിന്മയുടെ കെട്ടുകൾ അഴിഞ്ഞു വീഴട്ടെ. ഒരാത്മീയ കൊടുങ്കാറ്റ് പരിശുദ്ധാത്മാവേ എന്നിൽ നിന്ന് ആഞ്ഞു വീശട്ടെ, എന്റെ ദേശത്ത് ആഞ്ഞു വീശട്ടെ. ഭാഷാപരത്തിൽ അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാൻ എത്ര കണ്ട് ദാഹമുണ്ടോ, എത്ര കണ്ട് വിശപ്പുണ്ടോ, അത്ര ദാഹത്തോടെ, അത്ര ജീവനോടെ കൈകൾ അടിച്ച് ഈ ഗാനത്തോട് ചേർന്ന് നമ്മുടെ ഇടയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവാത്മാവിനെ, പിതാവായി ദൈവത്തെ, പരിശുദ്ധാത്മാവായി ദൈവത്തെ, കൃപയാകുന്ന യേശുവിനെ ഈ രാത്രിയിൽ നമുക്ക് ആരാധിക്കാം. കരങ്ങൾ നടിക്കാമോ എല്ലാവരും പ്ലീസ്, ദയവായി. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ഹൃദയത്തിൽ നൈരടികളും നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. എല്ലാവരും ചേർന്ന് ഉണർവിൻ ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. രണ്ടു വർഷങ്ങളിലേക്കൊക്കെ കരങ്ങൾ അടിച്ച് ഇടത്തും വലത്തുള്ളവരൊക്കെ സന്തോഷത്തോടെ നോക്കി ദൈവാത്മാവിന്റെ സ്വാതന്ത്ര്യത്തോടെ, ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ
നമ്മളെ ഉണർത്തുന്ന പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം. കർത്താവിന്റെ ആത്മാവുള്ളവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഓ പരിശുദ്ധാത്മാവേ, ഉണർവിന്റെ കാറ്റ് ഞങ്ങളിൽ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ദേശങ്ങളിൽ, സഭാ സമൂഹങ്ങളിൽ ഈ രാത്രി ജാഗരണത്തിലൂടെ ഒരു പുതിയ കാറ്റ്, ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഉണർവിന്റെ ഒരു കാറ്റ് ദൈവമേ ആഞ്ഞു വീശട്ടെ, ആഞ്ഞു വീശട്ടെ. പരിശുദ്ധാത്മാവേ, ഒരു കൊടുങ്കാറ്റായി ഞങ്ങളിലൂടെ ആഞ്ഞു വീശണമേ. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി വിളിക്കാം. പരിശുദ്ധാത്മാവേ, സ്വതന്ത്രമായ ആത്മസമയം ആരാധിക്കാം. ഭാഷാവരങ്ങളോട് ഭാഷാവരം. യേശുവിന്റെ ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, കളങ്കമായ കുടുംബത്തെ ഉണർത്തണമേ, എന്റെ ദേശത്തെ ഉണർത്തണമേ, എന്റെ സഭാസമൂഹത്തെ ഉണർത്തണമേ. ആത്മാവിന്റെ ശക്തിയാൽ എന്റെ ജീവിതം പുതുക്കപ്പെടട്ടെ. ആത്മാവിന്റെ സാന്നിധ്യത്താൽ എന്റെ ദാമ്പത്യ ജീവിതം ഊഷ്മളമാകട്ടെ. എന്റെ ആദിവരെയുള്ള വിശ്വാസ ജീവിതം ദൈവശക്തിയാൽ ഊർജപ്പെടട്ടെ. ചങ്കുറപ്പുള്ള ദൈവവിശ്വാസിയായി ഞാൻ രൂപപ്പെടട്ടെ. ഉണർന്നിടുവാൻ യേശുവിനെ ഉയർത്തിടുവാൻ, ആശിഷമാരി അയക്കണമേ ഈ ശിഷ്യരാ ദാസരിന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ഓ കർത്താവേ, തിരുവചനം പ്രഘോഷിക്കുവാൻ, തിരുവചനത്തെ ഉയർത്തുവാൻ, തിരുനാമത്തിന് മഹത്വം നൽകുവാൻ എന്റെ ജീവിതത്തെ ബലപ്പെടുത്തണമേ. ഈ ആരാധനയിൽ എന്റെ കുടുംബ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലേക്കും പരിശുദ്ധാത്മാവെ അങ്ങ് കടന്നു വരണമേ. ഒരു പുതിയ ഉണർവ് എനിക്ക് നൽകണമേ. റൂഹായേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കട്ടെ. ഹല 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 റിയാ 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 റിയാ. തിരുവചനം ഘോഷിക്കുവാൻ, തിരുനന്മകൾ സാക്ഷിക്കുവാൻ, ഉണർവിൻ ശക്തി അയക്കണമേ ഈ ശിഷ്യരാ ദാസരിന്മേൽ. ഉണർവിൻ ശക്തി ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ദൈവമേ, തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, തിരുവചനത്തിന് സാക്ഷി വഹിക്കുവാൻ പരിശുദ്ധാത്മാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ ജീവിതങ്ങളെ ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ. റൂഹായേ, ഹൃദയം തുറന്ന് ആരാധിക്കാം. ഹൃദയം തുറന്ന് യേശുവിന്റെ മഹത്വം കാണുവാൻ ദൈവമേ ഞങ്ങളെ ആരാധന അനുവദിക്കണമേ.
തിരുനാമം പാടിടുവാൻ, വീണ്ടും കൈകൾ തിരുവചനം ധ്യാനിക്കുവാൻ, തിരുനാമം പാടിടുവാൻ, പരിശുദ്ധാത്മാവ് ബലപ്പെടുന്ന സമയം തിരുവചനം ധ്യാനിക്കുവാൻ, ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം ദാസരിന്മേൽ. ശാശ്വത ശാന്തി അയക്കേണമേ ഈ ശിഷ്യരാം ദാസരിന്മേൽ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരണമേ. നിന്റെ അഭിഷേകം ചെയ്യണമേ. നിന്റെ ആത്മാവിന് റൂഹായേ വരണമേ. അഭിഷേകം ചെയ്യണമേ. യേശുനാമത്തിന്റെ അത്ഭുത ശക്തി ഈ ആലയം മുഴുവൻ നിറയട്ടെ. നെഞ്ചോടൊരു നിമിഷം കൂടി അടുപ്പിച്ച് പിടിച്ച്, രണ്ട് കരങ്ങളും അടുപ്പിച്ച് പിടിച്ച് മമദീസായിലൂടെ, സ്ഥൈല ലേപനത്തിലൂടെ, വിവിധ ദൈവ ശുശ്രൂഷകളിലൂടെ നമ്മളിൽ നിറഞ്ഞ് ജ്വലിച്ച് നമ്മളിൽ ആളിപ്പടരാൻ കൊതിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് പുതുവർഷത്തിൽ നമ്മളെ സമർപ്പിക്കാം. ആത്മാവ് ഈ വർഷം മുഴുവൻ നമ്മളിലൂടെ അധ്വാനിക്കട്ടെ. ആത്മാവിൻ്റെ ആവാസം നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തി ജീവിതത്തെയും നമ്മുടെ ശുശ്രൂഷ ജീവിതത്തെയും കുടുംബത്തെയും പുതുക്കട്ടെ. ആ ഇരുടികൾ ഒരിക്കൽ കൂടി പാടി പാടി ആത്മാവ് എന്നിൽ ആവസിക്കട്ടെ. കൊതിയോടെ കൊതിയോടെ ആഗ്രഹത്തോടെ ദാഹത്തോടെ പ്രിയ പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളുടെ ഹൃദയം തുറന്നു തരുന്നു. അങ്ങയുടെ നല്ല ആത്മാവ് ഈ വർഷം മുഴുവൻ ഞങ്ങളെ നയിക്കട്ടെ. ആത്മാവെന്നിൽ ആവസിക്കട്ടെ. സ്തോത്രം. ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. ആത്മാവെന്നിൽ ആവസിക്കട്ടെ. ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. ആത്മാവെന്നിൽ ആവസിക്കട്ടെ. ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. ആത്മാവെന്നിൽ ആവസിക്കട്ടെ. ആത്മാവെന്നിൽ അധ്വാനിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതി ചൊല്ലി നമുക്കിരിക്കാം. ഈ രാത്രിയിൽ കർത്താവ് നമ്മളുടെ ജീവിതത്തെ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാത്രമല്ല, ടി വിയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങളെ കർത്താവ് തൊടാൻ പോകുന്ന രാത്രിയാണിത്. ഹല്ലേലൂയ. കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ചകളിലൂടെ എത്രയോ ആയിരങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രത്യാശ നൽകിയിട്ടുണ്ട്. എത്രയോ ആയിരങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം. ദൈവം ഈ രാത്രിയിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെടും, എൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടും, അവൻ്റെ കൃപയുടെ കരങ്ങൾ എനിക്ക് വേണ്ടി നീട്ടപ്പെടും എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി നമുക്ക് ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. സങ്കീർത്തനം
80-19 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ സമുദ്ധരിക്കണമേ. എപ്പോഴാണ് ഈ പുനരുദ്ധാരണം, സമുദ്ധാരണം ആവശ്യമായിരിക്കുന്നത്? ഒരു തകർച്ച സംഭവിക്കുമ്പോഴാണ്. ഉദാഹരണത്തിന് അടുത്ത ദിവസങ്ങളിൽ ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായി, പട്ടണങ്ങളൊക്കെ തകർന്നു പോയി. അവിടെ ഇനിയൊരു സമുദ്ധാരണം ആവശ്യമാണ് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ. ഏതെങ്കിലും മേഖലകളിൽ ഒരു തകർച്ചയുണ്ടായാൽ സമുദ്ധാരണം ആവശ്യമാണ്. പക്ഷെ ചില തകർച്ചകളൊക്കെ മനുഷ്യനെ പുനരുദ്ധരിക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്നു പോകും. ചില ബന്ധങ്ങൾ തകർന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റും, എന്ത് ചെയ്താലും ശരിയാകാത്ത ബന്ധങ്ങൾ, മനുഷ്യൻ നിസ്സഹായനായിട്ട് പോവുകയാണ്. അതുപോലെ ബിസിനസ്സിലുള്ള ചില തകർച്ചകൾ, എന്ത് ചെയ്തിട്ടും നമുക്ക് ജീവിതത്തിൽ ഒരു പുനരുദ്ധാരണം ഉണ്ടാകുന്നില്ല. അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിൽ, ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പോലും ഒത്തിരി ആത്മീയമായിട്ട് വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അതിന് വിപരീതമായ അനുഭവങ്ങളിലൂടെ ജീവിതം കടന്നുപോയി തകർന്നു പോയിട്ടുണ്ടാകാം ആത്മീയ ജീവിതം. അപ്പം ഇങ്ങനെ തകർന്നു പോയ മേഖലകളിലെല്ലാം ഒരു പുനരുദ്ധാരണം ആവശ്യമാണ്. നമ്മളെ കൊണ്ട് തന്നെ അത് കഴിയുകയില്ല. ദൈവം വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ തകർച്ചകളിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് നൽകാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരവുമില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ കടഭാരം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല. നമ്മുടെ ബുദ്ധിക്ക് മുന്നിൽ അന്ധകാരമായി നിൽക്കുന്ന ആ മേഖലകളിലേക്കെല്ലാം ദൈവത്തിൻ്റെ വെളിച്ചം കടന്നു വരുമ്പോൾ പെട്ടെന്ന് ജീവിതം രൂപാന്തരപ്പെടും. ചിലപ്പോൾ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ ജീവിതമായിരിക്കാം തകർന്നു കിടക്കുന്നത്, ദാമ്പത്യ ബന്ധങ്ങളായിരിക്കാം തകർന്നു കിടക്കുന്നത്. എവിടെ ആയിക്കൊള്ളട്ടെ തകർച്ച, നമ്മുടെ ദൈവം പുനരുദ്ധരിക്കുന്നവനായ കർത്താവാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം, ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഒരിക്കൽ കൂടി, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ജീവിതത്തിന്റെ ഏത് മേഖലയിലാണ് കർത്താവിൻ്റെ ഇടപെടൽ ഇന്ന് വേണ്ടത്? എവിടെയാണ് ഞാനും നിങ്ങളും തകർന്നു കിടക്കുന്നത്? ആ മേഖലകളിലേക്ക് ഈശോയെ ക്ഷണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ആ വരികൾ ഏറ്റുപാടി പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട റോയി പാലാട്ടി അച്ഛൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു മേഖല നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് പറയുകയാണ്. അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ജീവിതം തകർന്നു പോയതായിരുന്നു. 10ാം ക്ലാസ്സിൽ കഷ്ടി പാസ്സായി. നല്ല കോളേജിൽ നിന്ന് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ലാതെ ഒരു പാരലൽ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയൊന്നുമില്ലാതെ ജീവിച്ചിരുന്ന ഒരു യുവാവായിരുന്നു അദ്ദേഹം. എന്നാൽ കർത്താവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അത്ഭുതകരമായ മാറ്റമുണ്ടായി. ഒന്നിനും പഠിക്കാൻ കഴിവില്ല എന്ന് സ്വയം വിചാരിച്ചിരുന്ന, മറ്റുള്ളവർ വിചാരിച്ചിരുന്ന ആ വിദ്യാർത്ഥി പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. ബികോമിന് ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിൽ റാങ്കോടുകൂടി അദ്ദേഹം പാസ്സായി. എംകോമിന് ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ഹോൾഡറായിരുന്നു അദ്ദേഹം. എംഫിലിന് അദ്ദേഹം റാങ്ക് ഹോൾഡറായിരുന്നു. ബി.എഡിന് അദ്ദേഹം യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറായിരുന്നു. ഒടുവിൽ അദ്ദേഹം ബെൽജിയത്തുള്ള ലുവൈൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിലോസഫിയിൽ ഗോൾഡ് മെഡലോടുകൂടി അദ്ദേഹം PhD എടുക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തടത്ത്, തകർന്നു കിടക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം, പ്രത്യാശയുള്ളവരായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരണം. എൻ്റെ ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അവന് വീണ്ടെടുത്ത് തരാൻ കഴിയാത്ത നഷ്ടങ്ങൾ എനിക്കുണ്ടായിട്ടില്ല. അവന് സുഖപ്പെടുത്താൻ കഴിയാത്ത മുറിവുകൾ എനിക്കുണ്ടായിട്ടില്ല. അവൻ സർവശക്തനായ കർത്താവാണ്.
ഈ ബോധ്യത്തോടു കൂടി ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കണം. അവൻ വിളിച്ചാൽ വിളി കേൾക്കുന്നവനാ, അവൻ നമ്മുടെ കണ്ണുനീര് ഒപ്പിയെടുക്കുന്നവനാ, അവൻ നമുക്ക് വേണ്ടി സകലതും ത്യജിച്ചവനാ, അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ കുടുംബത്തെ പുനരുദ്ധരിക്കും, അവൻ നമ്മളുടെ മക്കളുടെ ജീവിതത്തെ പുനരുദ്ധരിക്കും, അവൻ നമ്മുടെ സാമ്പത്തിക മേഖലകളെ പുനരുദ്ധരിക്കും, അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അവൻ്റെ ശക്തിയേറിയ കരങ്ങൾ ഈ രാത്രിയിൽ നമുക്ക് വേണ്ടി നീട്ടപ്പെടും. ആ ബോധ്യത്തോടെ രണ്ട് കരങ്ങളും ഉയർത്തി വിശ്വാസത്തോടെ ദൈവം ചെയ്യാൻ പോകുന്ന എല്ലാറ്റിനും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. അങ്ങയുടെ അത്ഭുതങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു. അങ്ങ് ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 18-19 വചനങ്ങളിൽ യേശു ഇങ്ങനെ പറയുകയാണ്: യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു. അപ്പോൾ അവർ പറഞ്ഞു, അവന് പിശാചുണ്ടെന്ന്. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. വിമർശിക്കുന്ന മനുഷ്യരുടെ കാപട്യം വെളിപ്പെടുത്തുന്ന വചനങ്ങളാണിത്. നമുക്കറിയാം, സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ ജീവിച്ച് സമൂഹത്തിൽ നിന്ന് അകന്ന്, സമൂഹത്തിൻ്റെ ആഘോഷങ്ങളിലോ ബഹളങ്ങളിലൊന്നും പങ്കുചേരാതെ കഠിനമായ തപസ്സിൽ ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു. അപ്പം അദ്ദേഹം സാധാരണക്കാരെ പോലെ അല്ല ജീവിച്ചിരുന്നത്. സാധാരണക്കാർ കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങളിലോ ആഹ്ലാദ ആഘോഷങ്ങളിലൊന്നും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം വ്യത്യസ്തനായിരുന്നു. അതുകൊണ്ട് യഹൂദ ജനം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, അവന് പിശാചുണ്ട്, അവൻ നോർമലല്ല, അവൻ അബ്നോർമല, നമ്മളെപ്പോലെയുള്ള ഒരു ജീവിതമല്ല അവൻ്റേത് എന്ന് പറഞ്ഞ് അവനെ തള്ളിക്കളഞ്ഞു. എന്നാൽ യേശു നേരെ വ്യത്യസ്തനായിരുന്നു. അവൻ സാധാരണ മനുഷ്യരുടെ കൂടെ ജീവിച്ച് മനുഷ്യരുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലും ഒക്കെ പങ്കുചേർന്ന് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ച മനുഷ്യനായിരുന്നു. അപ്പോൾ യോഹന്നാന്റെ കുഴപ്പം എന്താണ്? അവൻ ഭക്ഷണം കഴിക്കുന്നില്ല, പാനീയങ്ങൾ കഴിക്കുന്നില്ല, അവൻ മനുഷ്യരെ പോലെ ജീവിക്കുന്നില്ല, അവൻ വ്യത്യസ്തനാണെന്ന് പറഞ്ഞാണ് വിമർശിച്ചത്. പക്ഷെ ഇവിടെ യേശുവിനെ വിമർശിക്കുകയാണ്, ഇതാ ഇവൻ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായ മനുഷ്യൻ. അപ്പൊ എങ്ങനെ ജീവിച്ചാലും ആ വ്യക്തികളെ സ്വീകരിക്കാൻ മനസ്സില്ലാത്തവര് എന്തെങ്കിലും കാരണം കണ്ടെത്തി വിമർശിച്ചു കൊണ്ടിരിക്കും. അപ്പൊ അവരുടെ ഈ വിമർശനത്തിന് ആത്മാർത്ഥതയൊന്നുമില്ല. പലപ്പോഴും വിമർശനങ്ങൾ കടന്നു വരുന്നത് നമ്മുടെ കുറവുകളുടെ പേരിലല്ല, കുറവെല്ലാ മനുഷ്യർക്കും ഉണ്ട്, മറിച്ച് നമ്മളെ അംഗീകരിക്കാൻ സ്നേഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നും, അതുപോലെ അഹങ്കാരത്തിൽ നിന്നും, വെറുപ്പിൽ നിന്നും, അസൂയയിൽ നിന്നൊക്കെയാണ് പലപ്പോഴും വിമർശനങ്ങൾ വരാറുള്ളത്. അപ്പൊ ഈ മനുഷ്യൻ പറയുന്ന ഈ വിമർശനങ്ങളെല്ലാം കേട്ടുകൊണ്ട് ജീവിച്ചാൽ നമ്മൾ തളർന്നു പോകും. അതുകൊണ്ട് മനുഷ്യർ വിമർശിക്കാതിരിക്കാൻ വേണ്ടി, അവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ നല്ല അഭിപ്രായം കിട്ടാൻ വേണ്ടി, അവരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടി, അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി, മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് നടന്നാൽ എന്ത് സംഭവിക്കും? നമുക്കൊരിക്കലും എല്ലാ മനുഷ്യരെയും ഒരിക്കലും പ്രീതിപ്പെടുത്താൻ പറ്റില്ല. ആരെങ്കിലും എത്ര നന്നായിട്ട് ജീവിച്ചാലും, എത്ര നന്നായിട്ട് പ്രവർത്തിച്ചാലും, എങ്ങനെയൊക്കെ ജീവിച്ചാലും ശരി, നമ്മളെ കുറ്റം പറയാനും വിമർശിക്കാനും ഈ ഭൂമിയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ആരും കുറ്റം പറയാത്ത വിധത്തിൽ ജീവിക്കാനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോലെ രീതിയിൽ ജീവിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. അത് അസാധ്യമായ കാര്യമാണ്. അവിടെ മനുഷ്യപ്രീതിക്ക് വേണ്ടി നടക്കാതെ ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി ജീവിക്കുവാൻ നമ്മൾ ആരംഭിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരുത്തുള്ളവരായിട്ട് തീരുന്നതും നമ്മൾ വളരുകയൊക്കെ ചെയ്യുന്നതും.
ഈ മനുഷ്യർ പറയുന്നതിന് ചെവി കൊടുത്തുകൊണ്ടിരുന്നാൽ അവരുടെ സ്വാധീനത്തിന് അകപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന ദുരിതം ഒരു പഴങ്കഥയുണ്ട്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കഥയാണ്. ഒരു വൃദ്ധനായ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ കഴുതയും അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനും ഒന്നിച്ച് യാത്ര പോവുകയാണ്. കഴുതപ്പുറത്തൊക്കെ മനുഷ്യർ യാത്ര ചെയ്യുന്ന കാലഘട്ടത്തിൽ അപ്പനും മകനും അവരുടെ കഴുതയും നടത്തിക്കൊണ്ട് നടന്നു പോവുകയാണ്. അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ വഴിയിൽ കൂട്ടം കൂടിയുന്ന മനുഷ്യർ ഇവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവരെന്നാ മണ്ടന്മാരാ, ആ കഴുതയെ വെറുതെ നടത്തിക്കൊണ്ട് പോകുക, അതിൻ്റെ പുറത്ത് കയറി ഇരുന്ന് യാത്ര ചെയ്തുകൂടെ? ഇത് കേട്ടപ്പോൾ അപ്പനും മകനും തോന്നി അത് നല്ലൊരു ആശയമാണ്. അപ്പോൾ ആദ്യം അപ്പൻ കഴുതയുടെ പുറത്ത് കയറിയിരുന്നു, മകൻ കഴുതയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ വഴിവക്കത്തിരുന്ന ആളുകൾ കമൻ്റ് അടിക്കാൻ തുടങ്ങി, ഓ ഈ മനുഷ്യൻ എന്തൊരു ക്രൂരനായ അപ്പനാണ്, ആ കൊച്ചു മകനെ വെയിലത്ത് നടത്തിക്കൊണ്ട് ഇങ്ങനെ കഴുതയുടെ പുറത്ത് ഗമയിൽ പോകുന്നു, കണ്ണിച്ചോരയില്ലാത്ത അപ്പൻ എന്ന്. ഇത് കേട്ടപ്പോൾ അപ്പൻ്റെ ചങ്കിടിച്ച്, ശരിയാണല്ലോ ഇവർ പറയുന്നത്, ഞാൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി അപ്പൻ കഴുതപ്പുറത്ത് നിന്നിറങ്ങി പകരം മകനെ കഴുതപ്പുറത്ത് കയറ്റി അപ്പൻ കഴുതയെ നയിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അല്പദൂരം ചെന്നപ്പോൾ വഴിവക്കത്തിരിക്കുന്ന ആളുകൾ ഇത് കണ്ടിട്ട് പറയാണ്, ഇവൻ എന്തൊരു കഠിന ഹൃദയനാ, ആ പ്രായം ചെന്ന അപ്പനെ ഇങ്ങനെ നടത്തിക്കൊണ്ട് ഇവൻ എങ്ങനെ കഴുതപ്പുറത്ത് യാത്ര ചെയ്യാൻ പറ്റുക? ഇത് കേട്ടപ്പോൾ മകൻ അകപ്പാടെ വിഷമമായി. മകനും കഴുതയുടെ പുറത്തുനിന്ന് താഴെ ഇറങ്ങി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പൻ കയറിയിരുന്ന് യാത്ര ചെയ്തപ്പോഴും മകൻ കയറിയിരുന്ന് യാത്ര ചെയ്തപ്പോഴും ഇതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അവരോർത്തു അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടി അപ്പനും മകനും ഒന്നിച്ച് കഴുതയുടെ പുറത്ത് അങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങി. അല്പദൂരം ചെന്നപ്പോഴാണ് കുറേ മൃഗസ്നേഹികൾ അവിടെ ഇരിക്കുക. അപ്പോൾ അവർ ഇത് കണ്ട ഉടൻ തന്നെ പറയുക, എന്തൊരു ക്രൂരതയാണ് ഈ മിണ്ടാപ്രാണിയോട് ഇവർ ചെയ്യുന്നത്, ഈ രണ്ടുപേരുടെ ഭാരം താങ്ങാനുള്ള കഴിവൊന്നും ഈ കഴുതയ്ക്കില്ല, ഈ കഴുതയോട് എന്തൊരു ക്രൂരതയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഓർത്ത് അങ്ങനെ കമന്റ് ചെയ്യുന്നത് കണ്ടു. ഇത് കേട്ടപ്പോൾ അപ്പനും അമ്മയ്ക്ക് ഈ മകനും പിന്നെയും വിഷമം. അവർ രണ്ടുപേരും താഴെ ഇറങ്ങി. എന്തു ചെയ്താലും ആളുകളെ എന്തെങ്കിലും വിമർശിക്കുക. ഒടുവിൽ ഇനി എന്താ ചെയ്യുക? അവർ ഒരു വലിയ കമ്പെടുത്തിട്ട് ഈ കഴുതയെ രണ്ട് കാലും കെട്ടി അതിൽ കെട്ടിത്തൂക്കി രണ്ടുപേരും തോളിൽ വെച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിലും മനുഷ്യർ മിണ്ടാതിരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ അത് കണ്ട ആളുകൾ പറയാണ്, ഇവർക്ക് രണ്ടുപേർക്കും വട്ട അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ കഴുതയെ കെട്ടിത്തൂക്കി കൊണ്ടുപോകുമോ? പിന്നെ എന്താ സംഭവിച്ചതെന്ന് കഥയിൽ പറയുന്നില്ല. അപ്പോൾ ഈ പഴങ്കഥ നമുക്ക് നൽകുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. ആളുകൾ പലതരത്തിലുള്ളവരാ, അവർ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് മനുഷ്യരിലേക്ക് നോക്കിക്കൊണ്ട് അവരുടെ കമൻറ്റുകളിലേക്ക് നോക്കിക്കൊണ്ട് ജീവിച്ചാൽ ജീവിതം തകർന്നു പോകും, വേസ്റ്റായി പോകും. ഹല്ലേലൂയ. പകരം ദൈവത്തിലേക്ക് നോക്കി ദൈവം പറയുന്നത് എന്താണെന്ന് കണ്ട് അങ്ങനെ ജീവിക്കുവാനായിട്ട് നമ്മൾ പഠിക്കണം. മനുഷ്യരെ പ്രീതിപ്പെടുത്താനുള്ള ഒരു പ്രവണത നമുക്കെല്ലാവർക്കും ഉണ്ട്. മനുഷ്യരുടെ അംഗീകാരം വേണം, മനുഷ്യരുടെ സ്നേഹം വേണം, സ്വാഭാവികമാണ്. എന്നാൽ ഈ സ്നേഹത്തിന് വേണ്ടിയിട്ടും ഈ അംഗീകാരത്തിന് വേണ്ടിയിട്ടും നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ആയുസ് നഷ്ടപ്പെടുകയാണ്. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട് ഗലാത്യർക്ക് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വചനം പറയുകയാണ്, ആകയാൽ ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റെതോ? അഥവാ ഞാൻ മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാൻ യത്നിക്കുകയാണോ? ആയിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ദൈവത്തിന് കർത്താവിൻ്റെ ദാസനാകുമായിരുന്നില്ല. മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ യത്നിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനെങ്കിൽ ഞാൻ ഒരിക്കലും ദൈവത്തിൻ്റെ ദാസനാകുകയില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ പ്രീതിപ്പെടുത്താനുള്ള പ്രവണതയെ ബോധപൂർവം തിരിച്ചറിഞ്ഞ് മനുഷ്യപ്രീതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതത്തിൽ വളരാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ആത്മീയ പ്രവർത്തനങ്ങൾ പോലും, ചാരിറ്റി പ്രവർത്തനങ്ങൾ പോലും മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിരിക്കും. ഒരു പുണ്യമില്ല, പണം വേസ്റ്റ് ആകുന്നു, അധ്വാനം വേസ്റ്റ് ആകുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ പുണ്യമുള്ളൂ. അത് മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ കരുത്ത് പകരുന്നതാകുള്ളൂ. ബാക്കിയെല്ലാം വ്യർത്ഥമായിട്ട് പോകുന്ന അനുഭവം ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒന്ന്, മനുഷ്യരെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ പ്രീതി അല്ല നമുക്ക് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഉദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനെ പ്രീതിപ്പെടുത്തേണ്ടേ എന്ന് ചോദിക്കും. കാരണം ഈ മേലുദ്യോഗസ്ഥൻ്റെ പ്രീതി ഇല്ലെങ്കിൽ അവന് ഫ്യൂച്ചർ ഇല്ല. ഇത് മനുഷ്യൻ്റെ ചിന്തയാണ്. എന്നാലേ അവന് പ്രമോഷൻ കിട്ടുകയുള്ളൂ, അംഗീകാരം കിട്ടുകയുള്ളൂ എന്നുള്ള വ്യർത്ഥ ചിന്തയാണ്. കാരണം ഈ മേലുദ്യോഗസ്ഥനേക്കാളും വലിയവനാണ് നമ്മുടെ കർത്താവ്. അവനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും.
അപ്പം നമ്മൾ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുകയില്ലാതെ മേലുദ്യോഗസ്ഥൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ആ ജോലിയുടെ ക്വാളിറ്റി കുറയുകയാണ്. മറിച്ച് കർത്താവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യണം. കർത്താവിന് പ്രീതി ഉണ്ടായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവനേത് മേലുദ്യോഗസ്ഥൻ്റെ മനസ്സിനെയും നിനക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റും. അവന് ഏത് പ്രതികൂലങ്ങളിൽ നിനക്ക് വേണ്ടി നിലകൊള്ളാൻ പറ്റും. സങ്കീർത്തനം 75:6 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്, ഒരുവനെ ഉയർത്തുകയും അവരെ താഴ്ത്തുകയും ചെയ്യുന്ന വിധി നടപ്പിലാക്കുന്നത് ദൈവമായ കർത്താവാണ്. ദൈവത്തിൽ നിന്നാണ് എല്ലാ നന്മകളും വരുന്നതെന്നും ദൈവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമെന്നും തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ദൈവപ്രീതിക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുകയുള്ളൂ. യെശയ്യാ 22:22 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ ആ അനുഗ്രഹം തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. എന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നില്ലെങ്കിൽ ആരൊക്കെ നമ്മളെ ഇഷ്ടപ്പെട്ടാലും ആരൊക്കെ സഹായിക്കാൻ ശ്രമിച്ചാലും നമ്മളുടെ ജീവിതം ഒരിടത്തും എത്തിപ്പോകുകയില്ല എന്നുറപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിച്ചാൽ മാത്രമേ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യരുടെ പ്രീതിയും കയ്യടിയും അവരുടെ സ്നേഹവും തേടുന്ന ആ ജഡീക പ്രകൃതിയെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ആത്മീയ മനുഷ്യരായിട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം കർത്താവിനെ പ്രതി ചെയ്യണം, കർത്താവിൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യണം. പത്രോസ്ലീഹ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ യജമാനന്മാർ നല്ലവരോ ചീത്തയോ ആയിരുന്നാലും കർത്താവിനെ പ്രതി എല്ലാ മാനുഷിക അധികാരങ്ങൾക്കും വിധേയപ്പെടുക. യജമാനൻ്റെ നന്മ നോക്കിയല്ല, അവൻ്റെ പ്രീതി നോക്കിയല്ല, ഈശോയെ പ്രതി. വിവാഹബന്ധത്തിൽ വിധേയപ്പെടാൻ പറയുന്നത്, ബഹുമാനിക്കാൻ പറയുന്നത് ജീവിത പങ്കാളിയുടെ നന്മ നോക്കിയോ ലാഭം നോക്കിയല്ല, മറിച്ച് യേശുവിനെ പ്രതി, കർത്താവിനെ പ്രതി വിധേയപ്പെടുക. അപ്പം ചെയ്യുന്നതെല്ലാം കർത്താവിനെ പ്രതി ആയിരിക്കണം, എൻ്റെ കർത്താവിൻ്റെ സന്തോഷമായിരിക്കണം ഞാൻ നോക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ മനുഷ്യരുടെ വിമർശനങ്ങളുടെ മുകളിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക, ഒരു മനുഷ്യനും നേരിടാത്ത വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും അപമാനങ്ങളും ഏറ്റുവാങ്ങിയവനാണ് നമ്മുടെ കർത്താവ്. എന്നിട്ടും അതിനെയെല്ലാം ശാന്തതയോടെ അതിജീവിച്ചുകൊണ്ട് ഒരിക്കൽ പോലും മനുഷ്യപ്രീതിക്ക് വേണ്ടി ശ്രമിക്കാതെ പിതാവിനെ പ്രീതിപ്പെടുത്താൻ മാത്രം ഈശോ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഈശോയ്ക്ക് തൻ്റെ ജീവിത ദൗത്യം സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. ഞാനൊരിക്കൽ കുറേ വിമർശനങ്ങളൊക്കെ കേട്ട് മനസ്സ് വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ ബൈബിളൊന്ന് തുറന്നു നോക്കി. ബൈബിൾ തുറന്നപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായമാണ് കിട്ടിയത്. 8-ാം അധ്യായത്തിലൂടെ ഓടിച്ചു വായിച്ചപ്പോൾ ഒരു കണ്ണിക വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മതിയായി. ആ 2 കണ്ണികയ്ക്ക് തന്നെ ഈശോയ്ക്കെതിരായ വിമർശനങ്ങളാണ്. ഒന്ന്, നീ ജാരസന്തതിയാന്ന് പറഞ്ഞുള്ളൊരു കുത്തുവാക്ക്. അതേ അധ്യായത്തിൽ തന്നെ പറയാണ്, നിനക്ക് പിശാചുണ്ട്. അതേ അധ്യായത്തിൽ തുടർന്ന് പറയാണ്, നീ നല്ല യഹൂദനൊന്നുമില്ല, നീ താഴ്ന്ന ജാതിക്കാരനാണ്, നീ ഒരു സമരിയാക്കാരനാണ്. അതേ അധ്യായത്തിൽ തന്നെ യേശുവിനെ ജനക്കൂട്ടം പറയുന്നു, നീ ദൈവദൂഷകനാണ്. ഒന്ന് ഓർത്തു നോക്കുക, എന്തെല്ലാം തരത്തിലുള്ള വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളാണ് ഉണ്ടായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ലോകത്തിൻ്റെ സ്വഭാവം. അപ്പം നമുക്കെതിരെയും ഇങ്ങനെയൊക്കെ വരാം. തകർന്നു പോകാൻ പാടില്ല. തകർന്നു പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈശോ ചെയ്തത് ചെയ്യണം. ഈശോ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിതാവ് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല, അവിടുന്ന് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, കാരണം ഞാൻ എപ്പോഴും അവന് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. അപ്പൊ യേശുവിൻ്റെ ജീവിതത്തിൽ തളർന്നു പോകാതിരുന്നതിൻ്റെ രഹസ്യം പിതാവ് എപ്പോഴും കൂടെയുണ്ടെന്നുള്ള ആ ബോധ്യമുണ്ടായിരുന്നു. ആ ഉറപ്പ് യേശുവിന് കിട്ടുന്ന എപ്പോഴാണ്? അവനെപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് കൊണ്ടാണ്. നമുക്കറിയാം, ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ച സമയത്ത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കും. ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ താബോർ മലയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന രാത്രിയിലും ഇതേ ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കും. പിതാവ് സംപ്രീതനായി പുത്രനിൽ. പിതാവ് പുത്രനിൽ സംപ്രീതനായതുകൊണ്ടാണ് മനുഷ്യർ മുഴുവനും എതിർത്തിട്ടും വിമർശിച്ചിട്ടും ആ പതറിപ്പോകാതെ അതിൻ്റെ മുകളിൽ നിന്ന് ജീവിച്ച് ജീവിതത്തിൻ്റെ ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നമ്മൾ മനുഷ്യപ്രീതിക്ക് വേണ്ടിയുള്ള ഓട്ടങ്ങൾ അവസാനിപ്പിക്കണം. പല ദുഃഖങ്ങളുടെയും നിരാശയുടെയും ദേഷ്യത്തിൻ്റെയും ഒക്കെ കാരണം എന്താണ്? നമ്മൾ പലരുടെയും ഇഷ്ടങ്ങൾ തേടി, പലരുടെയും അംഗീകാരം തേടി, പലരുടെയും സ്നേഹം തേടി, നമ്മൾ തേടിയതുപോലെയൊന്നും കിട്ടിയില്ല. അപ്പോൾ അമർഷമായി, ദേഷ്യമായി, വെറുപ്പായി ചിന്തിച്ചു നോക്കുക. പല പ്രോബ്ലംസും ആരംഭിക്കുന്നത് അതാണ്. അപ്പോൾ അവർ സ്നേഹിക്കാത്തത് കൊണ്ടല്ല പ്രശ്നം, ഞാൻ അവരുടെ സ്നേഹം തേടി നടന്നതുകൊണ്ടാണ് പ്രശ്നം. അത് കിട്ടാതെ വന്നു. ഞാൻ അവരുടെ അംഗീകാരമാണ് തേടിയത്. അവരെന്നെ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച്. എൻ്റെ ദൈവം എന്നെ മനസ്സിലാക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. എൻ്റെ ദൈവം എന്നെ അംഗീകരിക്കണമെന്ന് ചിന്തിച്ചില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ സ്നേഹം തേടി നടക്കുന്നത് കൊണ്ടാണ് ഒത്തിരി മുറിവുണ്ടാകുന്നത്. മനുഷ്യരുടെ അംഗീകാരം തേടി നടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നിൻ്റെ ജീവിതത്തിൻ്റെ ട്രാക്ക് തെറ്റിപ്പോകുന്നത്. നിൻ്റെ എനർജി, നിൻ്റെ ആയുസ് ഒക്കെ നീ വേസ്റ്റാക്കി കളയുകയാണ് മനുഷ്യരുടെ അംഗീകാരത്തിനും സ്നേഹത്തിനും വേണ്ടി നീ അത് ചെയ്യുമ്പോൾ. മറിച്ച് നീ നിൻ്റെ ദൈവത്തിൻ്റെ അംഗീകാരം തേടണം. ഓരോ കാര്യം ചെയ്തു കഴിയുമ്പോഴും കർത്താവേ, അവിടുന്ന് അംഗീകരിക്കുന്നുണ്ടോ? അങ്ങ് ആഗ്രഹിച്ച പോലെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്, അങ്ങയുടെ ഇഷ്ടം ഇതായിരുന്നോ എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. ഞാൻ ഓർക്കുന്നുണ്ട് ശാലോമിലെ ഒരു ശുശ്രൂഷക പറഞ്ഞത്, സ്റ്റേജിൽ ശുശ്രൂഷ കഴിഞ്ഞാൽ മനുഷ്യർ ചിലപ്പോൾ കൊള്ളാൻ നന്നായിരിക്കുന്ന അഭിനന്ദനമൊക്കെ പറയും. അത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ കുട്ടി ഓടി ചാപ്പലിലേക്ക് പോകുകയുള്ളൂ. സ്റ്റേജിൽ എന്ന് ശുശ്രൂഷ കഴിഞ്ഞാലും ഓടി ചാപ്പലിലേക്ക് പോകും. ഒരു മനുഷ്യൻ്റെ കമൻറ്റ് കേൾക്കാൻ നിൽക്കില്ല. എന്നിട്ട് ചോദിക്കും, ഈശോ അപ്പച്ച ഞാൻ ചെയ്തത് ശരിയായോ? ഈശോ പറയണം കുഴപ്പമില്ല മോളെ, എന്നാലും സമാധാനമുള്ളൂ. അപ്പോൾ ഈ മനുഷ്യർ പറയും ഉഗ്രനായിരിക്കുന്നു, കൈയടിക്കും. അതുകൊണ്ടൊന്നൊരു കാര്യമില്ല. സ്വർഗത്തിലെ ദൈവം നമ്മളെ കൈയടിക്കണം, അവൻ നമ്മളെ അംഗീകരിക്കണം. അതുകൊണ്ട് നമുക്ക് പലതും ന്യായീകരിക്കാൻ പറ്റും, നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ദൈവം നമ്മളെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ദൈവം നമ്മളെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആരും അംഗീകരിച്ചില്ലെങ്കിൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഹൃദയത്തിന് സ്വാതന്ത്ര്യമുള്ള മനുഷ്യരായി മാറണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ സ്വാധീനത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ കടന്നു വരണം. ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് മാറണം. ഒറ്റ കാര്യം ചെയ്യുക, ഇന്നു മുതൽ മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടി ഞാൻ ഓടില്ല, മനുഷ്യരുടെ സ്നേഹത്തിന് വേണ്ടി തേടി നടക്കുകയില്ല. എനിക്കെൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം മതി, എനിക്കെൻ്റെ ദൈവത്തിൻ്റെ അംഗീകാരം മതി. എൻ്റെ ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ളതാണ് ഈ ജീവിതം. ഈ ഒരു തിരിച്ചറിവ് കിട്ടി ജീവിതത്തെ അങ്ങനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലൈഫിൽ വലിയ സമാധാനമുണ്ടാകും. ഒത്തിരി അസമാധാനത്തിൻ്റെ കാരണങ്ങൾ നീണ്ടുപോകും. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പായെക്കുറിച്ച് ജോർജ് വിഗൽ എന്ന വ്യക്തി എഴുതിയൊരു പുസ്തകമുണ്ട്. മനോഹരമായൊരു ബുക്കാണ് ഗോഡ്സ് ചോയ്സ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലുള്ള ഒരു ബുക്കാണിത്. ആ ബുക്കിൽ വിശുദ്ധ ജോൺ പോൾ പാപ്പായുടെ ജീവിത ശൈലിയെക്കുറിച്ച് മനോഹരമായിട്ടുള്ള ഒരു കാര്യം വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ നേരത്ത് അദ്ദേഹം ഓടി ചാപ്പലിലേക്ക് പോകും. ചാപ്പലിലേക്ക് പോയിട്ട് അദ്ദേഹം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. ലോർഡ്, വാട്ട് ഡു യു ആസ്ക് ഓഫ് മീ നൗ? കർത്താവേ, ഇപ്പോൾ അങ്ങ് എന്നിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത്? അദ്ദേഹം ഒരിക്കലും ഒരു പ്രശ്നത്തിലും അദ്ദേഹത്തിൻ്റെതായ തീരുമാനമല്ല എടുത്തത്, മറിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ, ഈ നിമിഷത്തിൽ അങ്ങ് എന്നിൽ നിന്നും എന്താണ് ആവശ്യപ്പെടുന്നത്? ആ ഉത്തരം കിട്ടിയിട്ട് അദ്ദേഹം ചാപ്പലിൽ നിന്ന് പുറത്തിറങ്ങുമായിരുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വികാരം കൊണ്ട് ഇളകി മറിഞ്ഞ് വികാരത്തിൻ്റെ തലപ്പിലാണ് തീരുമാനം എടുക്കുന്നത്. തെറ്റിപ്പോവും പലപ്പോഴും. മറിച്ച് ഓരോ പ്രധാനപ്പെട്ട പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും, തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോഴും ജോൺ പോൾ പാപ്പായെ നമ്മൾ അനുകരിച്ചുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് ചെന്ന്, ഈശോയെ, ഈ സമയത്ത് അങ്ങ് എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ പ്രതിസന്ധിയിൽ, ഈ പ്രശ്നത്തിൽ അങ്ങ് എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ ചോദിക്കുന്ന ഒരു മനസ്സ് നമ്മളിൽ രൂപപ്പെടണം. ദൈവം നമ്മളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? അവൻ എന്താണ് നമ്മളെ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം നമ്മളിൽ രൂപപ്പെട്ടാൽ നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് വളരും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് നല്ല മനുഷ്യർ ആത്മീയ ജീവിതത്തിൽ തകർന്നു പോകുന്നത്, അവരുടെ മറ്റെല്ലാ ജീവിതത്തിലും ദുർബലരായിത്തീരുന്നത് മനുഷ്യ സ്നേഹത്തിനും അംഗീകാരത്തിനും വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. അതിൻ്റെ നിരർത്ഥകത നമ്മൾ തിരിച്ചറിയണം. ഈ മനുഷ്യൻ്റെ അംഗീകാരം കൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല. അത് നമ്മുടെ വിവരക്കേടാണ്. മറിച്ച് നമ്മുടെ കർത്താവ് നമ്മളെ അംഗീകരിച്ചാൽ അതൊരു അംഗീകാരമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റുകൂട്ടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ
ഒത്തിരി മേഖലകളിൽ അംഗീകാരം നിഷേധിക്കപ്പെട്ട അനുഭവം ഉണ്ടാവും. ജീവിത പങ്കാളി അംഗീകരിച്ചില്ലായിരിക്കാം, മക്കൾ അംഗീകരിക്കുന്നില്ലായിരിക്കാം, മാതാപിതാക്കൾ അംഗീകരിക്കുന്നില്ലായിരിക്കാം, സഹപ്രവർത്തകർ അംഗീകരിക്കുന്നില്ലായിരിക്കാം. അവരുടെയൊക്കെ പ്രീതിക്ക് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടിയും അംഗീകാരത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് അതൊന്നും കിട്ടിയില്ലായിരിക്കാം. അതെല്ലാം ഈ രാത്രിയിൽ ഉപേക്ഷിക്കണം. നിനക്ക് അതൊന്നും ആവശ്യമില്ല. അവർ തരാത്തതിനെ ഓർത്ത് നീ ദുഃഖിച്ച് വഴിയരുത്. മറിച്ച് നിന്റെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിന്റെ കർത്താവ് നിന്നെ മാനിക്കുന്നുണ്ട്, നിന്റെ കർത്താവിന് നീ വിലയുള്ള വ്യക്തിയാണ്. അവൻ്റെ മുമ്പിലേക്ക് ചെല്ലണം. അവൻ്റെ അംഗീകാരത്തിന് വേണ്ടി ആഗ്രഹിച്ച് ജീവിച്ചാൽ അവൻ്റെ സ്നേഹം കൊണ്ട് നിറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ഓട്ടമില്ലാതായിത്തീരും. അവൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ അവൻ്റെ സ്നേഹം കൊണ്ട് നമ്മൾ നിറയ്ക്കും. അവൻ്റെ മുമ്പിൽ ഹൃദയം തുറന്നു വെച്ചാൽ അവൻ തീർച്ചയായിട്ടും നമ്മളെ സംതൃപ്തി കൊണ്ട് നിറയ്ക്കും. നമ്മുടെ ഉള്ളിൽ ഈ ശൂന്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ സ്നേഹത്തിന് വേണ്ടി ഓടി നടക്കുന്നത്. നിന്റെ ഹൃദയത്തിൻ്റെ ശൂന്യത നികത്തേണ്ടത് നിന്റെ ജീവിത പങ്കാളിയിലൂടെ അല്ല. നിന്റെ ഹൃദയത്തിൻ്റെ ശൂന്യത നികത്തേണ്ടത് മക്കളിലൂടെ അല്ല, മറിച്ച് നിന്റെ ദൈവത്തിലൂടെയാണ്. ദൈവത്താൽ നിന്റെ ഹൃദയത്തിൻ്റെ ശൂന്യത നികത്തപ്പെട്ടാൽ മാത്രമേ നിനക്ക് നിന്റെ ജീവിതത്തിൽ സംതൃപ്തിയുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ കഴിയൂ. നാട്ടുകാരെല്ലാം അംഗീകരിച്ചാലും, വീട്ടുകാരെല്ലാം അംഗീകരിച്ചാലും, കൂട്ടുകാരെല്ലാം അംഗീകരിച്ചാലും, നിനക്ക് ജീവൻ നൽകിയ, നിനക്ക് ജീവിതം നൽകിയ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് ഫലമുണ്ടെന്ന് ഈ രാത്രിയിൽ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളെ മറന്നുകൊണ്ട് ഇനിയും അവശേഷിക്കുന്ന ഒരു കാലഘട്ടം ദൈവത്തിന് വേണ്ടി ജീവിക്കണം. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെതാണ്, ദൈവം തന്ന ജീവിതമാണ്. നമ്മുടെ ലക്ഷ്യം ദൈവമാണ്. അവന് ഈ ലോകത്തിലേക്ക് എന്നെയും നിങ്ങളെ പറഞ്ഞു വിട്ടപ്പോൾ അവന് ചില പദ്ധതികളുണ്ട്, അത് പൂർത്തീകരിക്കാനുള്ളതാണ്. അതുകൊണ്ട് അവനിലേക്ക് നോക്കണം, അവൻ്റെ ഇഷ്ടം അന്വേഷിക്കണം, അവനെ പ്രീതിപ്പെടുത്തണം, അവനെ സന്തോഷിപ്പിക്കണം. അവൻ നമ്മുടെ ജീവിതത്തെ മഹത്വമുള്ളതാക്കി തീർക്കും. നമുക്ക് ഈ രാത്രിയിൽ അതിനുള്ള കൃപ കിട്ടാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഒരുപാട് മുറിവുകളും നഷ്ടബോധങ്ങളും ശൂന്യതകളും മനുഷ്യരുടെ കുറ്റപ്പെടുത്തലുകൾ വഴിയും വിമർശനങ്ങൾ വഴിയും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാകാം. അവയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഹല്ലേലൂയ. ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നിന്റെ ആത്മവീര്യം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം. ഈശോയേ, മനുഷ്യർ നിന്നെ കുറ്റപ്പെടുത്തുന്നതിലേക്ക് നോക്കാതെ നിന്റെ ദൈവം നിന്നെക്കുറിച്ച് എന്തു പറയുന്നു ചിന്തിക്കുക. ഈശോ, പ്രിയപ്പെട്ടവരെ, കുറ്റപ്പെടുത്തിയവരോടുള്ള വേദന വിട്ടുപോകട്ടെ. ആമേൻ. വിമർശിക്കുന്നവരോടുള്ള വെറുപ്പും അകൽച്ചയും വിട്ടുപോകട്ടെ. ഈശോ, തള്ളിക്കളഞ്ഞവരെ കുറിച്ചുള്ള വേദന വിട്ടുപോകട്ടെ. ഈശോയേ, നിനക്കൊരു ദൈവമുണ്ട്. ആമേൻ. നിന്നെ അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈശോ, നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്തിട്ടുണ്ടാകാം. ഈശോയേ, നിന്റെ വിശുദ്ധിയെക്കുറിച്ച് മറ്റുള്ളവർ സംശയിച്ചിട്ടുണ്ടാകാം. ഹല്ലേലൂയ. നിന്റെ സത്യസന്ധത തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം. ഹല്ലേലൂയ. നിന്റെ ആത്മാർത്ഥത മറ്റുള്ളവർ മനസ്സിലാക്കിയില്ലായിരിക്കാം. ഈശോ, അകാരണമായി നീ കുറ്റപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാകാം. അകാരണമായി വിമർശനങ്ങൾ നിന്നെ തളർത്തിയിട്ടുണ്ടാകാം. സമൂഹത്തിൽ നീ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ നിന്റെ ദൈവം അവരെക്കാൾ വലിയവനാണ്. അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അവന്റെ സ്നേഹം ഈ രാത്രിയിൽ നിന്നെ സുഖപ്പെടുത്തട്ടെ. അവന്റെ സ്നേഹം നിന്നെ രൂപാന്തരപ്പെടുത്തട്ടെ. കർത്താവേ, എനിക്ക് അങ്ങയുടെ സ്നേഹം മതി, എനിക്ക് അങ്ങയുടെ അംഗീകാരം മതി, എനിക്ക് അങ്ങയുടെ അംഗീകാരം മതി. അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ഇനി ജീവിക്കും. ഞാൻ അങ്ങയുടേതാണ് നേറ്റു പറയുന്നു. കർത്താവേ, അങ്ങയുടേതാണ് ഞാൻ. കർത്താവേ, മനുഷ്യരുടെ അംഗീകാരത്തിലുള്ള ഓട്ടം ഞാൻ അവസാനിപ്പിക്കുന്നു. നീ എന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ. എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. നമുക്ക് ശാന്തമായിട്ടിരിക്കാം.